ഇനി നമുക്ക് വരുന്നത് കൗണ്ടർ എക്സാമ്പിളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് പറയാം. ആ ടൈപ്പ് പ്രൂഫുകൾക്ക് കൊടുക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കാം. ആ ടൈപ്പ് എക്സാമ്പിളാണ് അടുത്ത് വരുന്നത്. ഷോ ദാറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് every positive integer is the sum of the squares of two integers. Show that the statement every positive integer is the sum of the squares of two integers is false. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് ഫോൾസ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. എല്ലാ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത് രണ്ട് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ടു ഇൻറ്റിജേഴ്സ്, രണ്ട് സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഫോൾസ് ആണെന്ന് കാണിച്ചാൽ മതി, ട്രൂ ആണെന്ന് കാണിക്കേണ്ട. ഫോൾസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത ഏതെങ്കിലും ഒരു നമ്പർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് 3ഉം 5ഉം ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് 5 പറ്റിയല്ല, 3ഉം 6ഉം ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം 6ൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ 5 ആണെങ്കിൽ നമുക്കറിയാം 5നെ നമുക്ക് 2 സ്ക്വയർ പ്ലസ് 1, അത് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഫോമാണ്. 4 ആണെങ്കിൽ നമുക്കതിനെ 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എഴുതാം. 1 ആണെങ്കിൽ നമുക്കതിനെ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എഴുതാം. 2 ആണെങ്കിൽ നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എഴുതാം. അപ്പോൾ ഈ 1ഉം 2ഉം 4ഉം 5ഉം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ 3 നമ്മൾ എടുത്താൽ നമുക്ക് 3യേക്കാളും ചെറിയ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. പക്ഷേ 0 സ്ക്വയറും 1 സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ആവുന്നുള്ളൂ അല്ലേ. ഇനി 2 സ്ക്വയർ എങ്ങാനും ഇല്ലാതെ എടുത്താൽ, അല്ലെങ്കിൽ 1 സ്ക്വയറും 1 സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ 2 ആവത്തുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ആഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടുന്നില്ല. ഇനി 6 എടുത്താലും ഇങ്ങനെ തന്നെ വരികയല്ലേ. 6നേക്കാളും ചെറിയ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 0യുടെയും 1ൻ്റെയും 2ൻ്റെയും സ്ക്വയേഴ്സേ ഉള്ളൂ. അപ്പോൾ 2 സ്ക്വയറും 1 സ്ക്വയറും കൂടെ എടുത്താൽ കിട്ടത്തില്ല അല്ലേ. 2 സ്ക്വയറും 1 സ്ക്വയറും കൂടെ എടുത്താൽ 5 ആവുന്നുള്ളൂ. 2 സ്ക്വയറും 2 സ്ക്വയറും കൂടെ എടുത്താൽ 6നേക്കാളും വലുതായി പോകും. 2 സ്ക്വയറും 0യും കൂടെ എടുത്താലും പറ്റില്ല. അപ്പോൾ നമുക്ക് 6ഉം 3ഉം ഒന്നും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. 3ഉം 6ഉം അതല്ലാതെ വേറെ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. To show that this statement is false, we look for a counter example. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ വിച്ച് ഈസ് എ പർട്ടിക്കുലർ ഇൻറ്റിജർ that is not the sum of the squares of two integers. Sum of the squares of two integers. Three cannot be written as a sum of squares of two integers. This is because the only perfect squares not exceeding 3 are
not exceeding 3 are 0 square equal to 0 and 1 square equal to 1. 2 square എടുത്താൽ 4 അല്ലേ വരുന്നത്. 2 square എന്ന് പറയുന്നത് 4 ആണ്. അത് 3യേക്കാളും വലുതാണ്. അപ്പം 3യേക്കാളും ചെറിയ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 0യും 1ഉം മാത്രമേ ഉള്ളൂ. 0യും 1ഉം കൂടെ ആഡ് ചെയ്താൽ 1 ആണ്. 1ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ 2 എത്തുന്നുള്ളൂ, ഒരിക്കലും 3 എത്തുന്നില്ല. Further, there is no way to get 3 as the sum of two terms each of which is 0 or 1. അതായത് നമുക്ക് 0യും 1ഉം മാത്രം ആഡ് ചെയ്യുമ്പോൾ 0യും കൂടെ 0യും 1ഉം കൂടെ 1ഉം കൂടെ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. ഈ 3 ഓപ്ഷൻ എടുത്താലും നമുക്ക് 3 കിട്ടുന്നില്ല. Therefore 3 cannot be expressed as a sum of two squares. 3 cannot be expressed as the sum of squares of two integers. Sum of squares of two integers. Therefore, the statement is false. The statement is false. Statement true അല്ല എന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രൂഫ് ബൈ എ കൗണ്ടർ എക്സാമ്പിളാണ് ചോദിച്ചത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി വരുന്നത് മിസ്റ്റേക്സ് ഇൻ പ്രൂഫ് എന്നുള്ളതാണ്. വളരെ ചെറിയൊരു പോർഷനാണ് മിസ്റ്റേക്സ് ഇൻ പ്രൂഫ്. അതായത് നമ്മൾ പ്രൂഫ് എഴുതുമ്പം നമ്മൾ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ പ്രൂഫ് തെറ്റായിപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ദർ ആർ ഈ ജസ്റ്റ് 2 സെൻറ്റൻസേ ഉള്ളൂ, അതിൻ്റെ കൂടെ അങ്ങ് എഴുതിയാൽ മതി. ദർ ആർ മെനി കോമൺ എറേഴ്സ് മെയ്ഡ് ഇൻ കൺസ്ട്രക്റ്റിംഗ് mathematical proofs. Among the most common errors are mistakes in arithmetic and basic algebra. Arithmetic and basic algebra. Each step of a mathematical proof each step of a mathematical proof needs to be correct and the conclusion needs to follow logically from the steps that precede it. അപ്പം ഓർക്കേണ്ട കാര്യം, നമ്മളൊരു പ്രൂഫാണ് എങ്കിൽ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകളും മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൺക്ലൂഷൻ ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്കുള്ള റൂൾ ഓഫ് ഇൻഫറൻസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് കൺക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തെറ്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. 15th question. What is wrong with the proof? What is wrong with this famous supposed proof that 1 is equal to 2? ഇതിൻ്റെ അകത്ത് എന്താ തെറ്റെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രൂഫാണ് എഴുതുന്നത്. ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ് പ്രൂഫ്.
we use these steps where A and B are two equal positive integers. അപ്പം സ്റ്റെപ്പ് അതിൻ്റെ റീസണും സൈഡിൽ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് റീസൺ. ഫസ്റ്റ് സ്റ്റെപ്പ് A ഈക്വൽ ടു ബി, അത് ഗീവൺ ആണ്. ടു ഈക്വൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് ഗീവൺ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി. റീസൺ തന്നേക്കുന്നത് മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് 1/a. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് 1/a. ഇതിനെ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 2 ആയിട്ട് എടുക്കാം. അടുത്ത തേർഡ് സ്റ്റെപ്പ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി മൈനസ് ബി സ്ക്വയർ. റീസൺ എഴുതിയേക്കുന്ന സബ്സ്ട്രാക്ട് ബി സ്ക്വയർ ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് 2. ബോത്ത് സൈഡ്സ് ഓഫ് 2. 2വിൻ്റെ രണ്ട് സൈഡിലും ബി സ്ക്വയർ കുറച്ചു. ഫോർത്ത് സ്റ്റെപ്പ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു, ഇവിടുന്ന് ബി കോമൺ ആയിട്ട് എടുത്തിട്ട് എ മൈനസ് ബി. ഫാക്ടർ, അത് ഫാക്ടറൈസ് ചെയ്ത ഫാക്ടർ ബോത്ത് സൈഡ്സ് ഓഫ് 3. അതാണ് റീസൺ തന്നേക്കുന്നത്. ഇതെല്ലാം തന്നിക്കുന്ന കാര്യങ്ങളാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എ പ്ലസ് ബി ഈക്വൽ ടു ബി. റീസൺ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് 4. ഡിവൈഡ് both sides of 4 by a minus b. അപ്പം ഈ സ്റ്റെപ്പിൽ നമ്മൾ എ മൈനസ് ബി ക്യാൻസൽ ചെയ്തു. സിക്സ്ത് സ്റ്റെപ്പ് 2b ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി എന്നുള്ള റീസൺ കൊടുക്കുവാണ്. കാരണം എ ഈക്വൽ ടു ബി എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. റീപ്ലേസ് എ ബൈ ബി in 5 because a is equal to b and simplify. അപ്പോൾ സെവൻത് സ്റ്റെപ്പിൽ എന്ത് കിട്ടും? 2 ഈക്വൽ ടു 1. റീസൺ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് 6/b. ഇത്രയാണ് തന്നേക്കുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എ ഈക്വൽ ടു ബിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 2 ഈക്വൽ ടു 1 കിട്ടിയ പ്രൂഫാണ് തന്നേക്കുന്നത്. ഈ പ്രൂഫിൽ തെറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. പറ്റുമെന്ന് നോക്കി. നിങ്ങൾ 2 മിനിറ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൻ്റെ അകത്ത് റീസണിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ, അതാണ് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏതെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എ ഈക്വൽ ടു ബി തന്നിട്ടുണ്ട്. വി യൂസ് ദീസ് സ്റ്റെപ്സ് വെയർ എ ആൻഡ് ബി ആർ ടു ഈക്വൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ എ ഈക്വൽ ടു ബി എന്നുള്ളത് ഗിവൺ, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബോത്ത് സൈഡ്സ് നമ്മൾ ഒരു ഈക്വാളിറ്റിയുടെ രണ്ട് സൈഡിലോട്ട് നമ്മൾ ഏത് ഇൻറ്റിജർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നും വരികയില്ല. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അവിടെയും പ്രശ്നമൊന്നുമില്ല. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് 1/a. അവിടെയും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തത്? ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഒരേ നമ്പർ കുറച്ചു. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഒരേ നമ്പറാണ് കുറയ്ക്കുന്നതെങ്കിൽ അതിനും വ്യത്യാസമൊന്നും വരികയില്ല. അപ്പം എ സ്ക്വയർ ഈക്വൽ ടു എ ബിയിൽ നിന്ന് നമ്മൾ ബി സ്ക്വയർ രണ്ട് സൈഡും കുറച്ചു. അപ്പം രണ്ട് സൈഡിൽ നിന്നും ബി സ്ക്വയർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി മൈനസ് ബി സ്ക്വയർ. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ബി സ്ക്വയർ കുറച്ചു. അപ്പം എ ബി മൈനസ് ബി സ്ക്വയർ അത് ഒരേ നമ്പർ രണ്ട് സൈഡിൽ നിന്നും കുറച്ചാലും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെയും തെറ്റൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഫാക്ടറൈസ് ചെയ്യുക ചെയ്തേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. എ ബി മൈനസ് ബി സ്ക്വയറിന് ബി കോമൺ ആയിട്ട് എടുത്താൽ എ മൈനസ് ബി എന്ന് എടുക്കാം. അപ്പോൾ ആ സ്റ്റെപ്പിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ 4 സ്റ്റെപ്പ് ഓക്കെയാണ്. അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. അടുത്ത സ്റ്റെപ്പ് എ പ്ലസ് ബി ഈക്വൽ ടു ബി. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് 4/a മൈനസ് ബി. അപ്പോൾ നമ്മൾ എ മൈനസ് ബി വെച്ച് ഡിവൈഡ് ചെയ്തു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ട് സൈഡും നമ്മൾ എ മൈനസ് ബി വെച്ച് ഡിവൈഡ് ചെയ്തു. അവിടെ എന്താ പ്രശ്നം? അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെന്നോ? നമ്മൾ എ മൈനസ് ബി വെച്ച് ഡിവൈഡ് ചെയ്തു. എയും ബിയും ഈക്വൽ അല്ലേ?
എയും ബിയും ഈക്വൽ ആകുമ്പം നമുക്ക് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് മാറും. അപ്പോൾ എ മൈനസ് ബി വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 വെച്ചാൽ ഡിവിഷൻ അവിടെ നടത്തിയത്. ഡിവിഷൻ ബൈ 0 പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഡിവിഷൻ ഒരേ സാധനം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത പ്രശ്നമൊന്നുമില്ല, പക്ഷേ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ല. പക്ഷേ വേറെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും പ്രശ്നമില്ല. പോസിറ്റീവ് നെഗറ്റീവ് വെച്ചുള്ള ഇക്വാളിറ്റി ഡിവൈഡ് ചെയ്ത പ്രശ്നമൊന്നുമില്ല, പക്ഷേ 0 വെച്ചുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെയാണ് തെറ്റ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്താ എഴുതേണ്ടത്? സൊല്യൂഷനായിട്ട് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ആൻസറായിട്ട് നമ്മൾ എഴുതുന്നത് എന്താ? തെറ്റെന്താന്ന് പറഞ്ഞാൽ മതി. എവരി സ്റ്റെപ്പ് ഈസ് വാലിഡ് എക്സ്പ്രസ് the proof is not valid in the 5th step. 5th സ്റ്റെപ്പിലാണ് പ്രശ്നം. In step 5 we divide both sides by a minus b, but a minus b is 0 and division by 0 is not valid. ഡിവിഷൻ ബൈ എനി നമ്പർ അതർ ദാൻ 0 ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, രണ്ട് സൈഡ് ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ ഡിവിഷൻ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? 0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ല. Division by 0 is not valid. Therefore, step 5 is wrong. തെറ്റെന്താണെന്നാണ് ചോദിച്ചത്, അത് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ഇതേപോലെ തന്നെയാണ്. വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് പ്രൂഫ്? വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് പ്രൂഫ്? theorem if n square is positive then n is positive. ഇതാണ് തിയറം. if n square is positive then n is positive. എൻ്റെ പ്രൂഫ് തന്നിട്ടുണ്ട്. proof suppose that n square is positive. n square is positive because the conditional statement if n is positive then n square is positive is true. We can conclude that n is positive. ഇതാണ് തന്നിരിക്കുന്ന പ്രൂഫ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂഷനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ തെറ്റെന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഈ മുമ്പത്തെ പോലെ തന്നെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്നത് n സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ n പോസിറ്റീവ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ n സ്ക്വയർ പോസിറ്റീവ് ആണെന്ന് എടുത്തു. നമുക്ക് കാണിക്കേണ്ടത് n പോസിറ്റീവ് ആണെന്നാണ് കാണിക്കേണ്ടത്. അതിന് എന്ത് ചെയ്തു? n പോസിറ്റീവ് ആണെങ്കിൽ n സ്ക്വയർ പോസിറ്റീവ് ആണെന്നുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? n പോസിറ്റീവ് ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. എന്താ പ്രശ്നം? ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് പിയുടെയും ക്യൂയുടെയും ടേംസിലൊന്ന് പറയാം. ലെറ്റ് പി ഓഫ് n ബി n ഈസ് പോസിറ്റീവ് ആൻഡ് ക്യൂ ഓഫ് n ബി n square is positive. അപ്പോൾ നമുക്ക് n പോസിറ്റീവ്, if n square is positive then n is positive എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? if n square qn if q then pn അതാണ് നമുക്ക് കാണിക്കേണ്ടത്.
then our hypothesis is Q of n. നമുക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താ? P ഇംപ്ലൈസ് ക്യൂവിൻ്റെ അകത്തെ പീനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ ഇതാണ്. അവർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് if n square is positive, if qn then pn. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് qn ഇംപ്ലൈസ് pn. അതുകൊണ്ടാണ് നമ്മൾ അവർ ഹൈപ്പോത്തിസിസ് ഈസ് qn എന്ന് പറഞ്ഞേക്കുന്നത്. The statement if n is positive, ഇത് നമുക്ക് തന്നേക്കുന്ന ആർഗ്യുമെൻറ്റ്, if n is positive then n square is positive is the statement for all n. n പോസിറ്റീവ് എന്നുള്ളത് p of n implies q of n ആണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്തത് പ്രൂഫിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് p of n and implies q of n. അപ്പോൾ നമ്മളിവിടെ ശരിക്കും എന്താ ചെയ്തേക്കുന്നത്? നമ്മുടെ പ്രൂഫിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് n സ്ക്വയർ ഈസ് പോസിറ്റീവ് എന്നുള്ളത് q of n. അപ്പം q of n ട്രൂ ആണ്, p of n ഇംപ്ലൈസ് q of n ട്രൂ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ p of n ട്രൂ ആണെന്ന് എടുത്തു. അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? q ട്രൂ ആണ്, p ഇംപ്ലൈസ് q ട്രൂ ആണ്. അതിൽ നിന്ന് നമ്മൾ p ട്രൂ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ ഒരു കൺക്ലൂഷൻ ഉണ്ടോ? നമുക്ക് p ട്രൂ ആണ്, p ഇംപ്ലൈസ് q ട്രൂ ആണെങ്കിൽ q ട്രൂ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് q ട്രൂ ആണ്, p ഇംപ്ലൈസ് q ട്രൂ ആണ് എന്നുകൊണ്ട് p ട്രൂ ആണ് എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം അതാണ് നമ്മുടെ തെറ്റ് വന്നത്. നമ്മൾ ചെയ്തത് ഇവിടെ q ട്രൂ ആണ്, p ഇംപ്ലൈസ് q ട്രൂവിൽ നിന്ന് p ട്രൂ ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്കില്ല. From the hypothesis q of n and the statement for all n p of n implies q of n, we cannot conclude p of n. അതായത് p ഇംപ്ലൈസ് ക്യൂവും വെച്ചിട്ട് നമുക്ക് p എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയല്ല. ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് എ വാലിഡ് റൂൾ ഓഫ് ഇൻഫറൻസ്. This is an example of the fallacy of affirming the conclusion. ഈ ടൈപ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് affirming the conclusion. ഇനി ഒരു കൗണ്ടർ എക്സാമ്പിൾ a counter example is given by n equal to minus n. n സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. n square is positive but n is negative. അതൊരു കൗണ്ടർ എക്സാമ്പിൾ തന്നുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവിടം വരെ ചെയ്താൽ മതി. നമ്മളതിനൊരു കൗണ്ടർ എക്സാമ്പിൾ പ്രൂഫ് തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി കൗണ്ടർ എക്സാമ്പിളും കൂടെ തന്നെന്നുള്ളതേ ഉള്ളൂ.